നവീകരിച്ച കോട്ട ഗ്രാമീണ വായനശാലയുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 15-ന് നടത്തും. കഴിഞ്ഞ 78 വർഷമായി കോട്ടയിൽ പ്രവർത്തിച്ചു വരുന്ന കോട്ട ഗ്രാമീണ വായനശാല ഡിജിറ്റലൈസ് ചെയ്ത് നവീകരിച്ച് പുതിയ വായനമുറിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദ്ഘാടനം 2025 ഓഗസ്റ്റ് 15-ന് വൈകിട്ട് 5 മണിക്ക് സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിക്കും. പ്രശസ്ത കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ മുഖ്യ പ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ വിശിഷ്ട അതിഥിയായി പങ്കെടുക്കും. LF ചർച്ച് വികാരി ഫാദർ ടോം മാളിയേക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും. തുടർന്ന് ആലപ്പുഴ സൂര്യകാന്തി തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന കല്യാണം എന്ന സാമൂഹ്യ നാടകം അരങ്ങേറും. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പായി സ്ഥാപിച്ചതാണ് കോട്ട ഗ്രാമീണ വായനശാല. M. രാമൻകുട്ടി മേനോനാണ് സ്ഥാപകൻ. സ്വാതന്ത്ര്യ സമര സേനാനിയായ AV മേനോനാണ് ആദ്യ പ്രസിഡന്റ്. കോട്ടയുടെ കലാ-സാംസ്കാരിക രംഗത്ത് മഹത്തായ പങ്കുവഹിച്ചിട്ടുണ്ട് ഈ വായനശാല. മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ CI ജോർജ്, MT കൊച്ചാപ്പു മാസ്റ്റർ എന്നിവരെ കൂടാതെ EV സുന്ദരൻ മാസ്റ്റർ, ശങ്കരൻകുട്ടി മാസ്റ്റർ മുല്ലശ്ശേരി, VL ജോൺസൺ, പങ്കജാക്ഷൻ ഉപ്പത്ത് എന്നിങ്ങനെ നിരവധി പേർ വായനശാലയുടെ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് വത്സൻ ചമ്പക്കര, പോൾസൺ മേലേപ്പുറം, ലൈജൻ KL, അനിഷ ബിജിത്ത്, അമൃത ലൈജൻ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ മേഖലകളിൽ പ്രാവീണ്യം നേടിയ ആളുകളെ ആദരിക്കുന്നുണ്ട്. കൃഷി, പ്രകൃതി, സാഹിത്യം എന്നീ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്ന ആളുകളെ ആദരിക്കുന്നുണ്ട്. ഉന്നത വിജയം കിട്ടിയ കോട്ട പരിസരത്തെ കുട്ടികളെ അനുമോദിക്കുന്നുണ്ട്. ഈ കോട്ട ഗ്രാമീണ വായനശാല സ്വാതന്ത്ര്യം നേടുന്നതിന് മുമ്പേ തന്നെ ആരംഭിച്ചൊരു വായനശാലയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയായ കോട്ടയിലുള്ള AV മേനോൻ ആണ് അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. ശ്രീ രാമൻകുട്ടി മേനോൻ ആണ് ഇത് ആരംഭിച്ചത്. കോട്ടയിലെ PT ശങ്കരൻ എമ്പ്രാന്തി, മുൻ ചെയർമാൻമാരായുള്ള CI ജോർജ്, KT കൊച്ചാപ്പു മാസ്റ്റർ, സുന്ദരം മാസ്റ്റർ, അതോടൊപ്പം തന്നെ ശങ്കരൻകുട്ടി മാസ്റ്റർ, പങ്കജാക്ഷൻ ഉപ്പത്ത് എന്ന് വേണ്ട കോട്ടയിലെ പ്രമുഖരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഈ വായനശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്നവരാണ്. കോട്ടയുടെ